ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ടുള്ള നല്ല മധുരമുള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 15 നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് വലിയ നാരങ്ങയാണ്. അതിൻ്റെ കൂടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴവും നാരങ്ങയും കൂടെ നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കാം. അതിന് ആദ്യം നമുക്ക് ഈ നാരങ്ങ ഉപ്പിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് നാരങ്ങ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഓഫ് ചെയ്ത് നമുക്ക് ഏത്തപ്പഴം അരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയേ. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിനി ഇത് എണ്ണയ്ക്കകത്ത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലിനകത്ത് നമുക്കൊന്ന് വാട്ടിയെടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ ഏത്തപ്പഴം അരിഞ്ഞെടുത്തത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വാട്ടിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമാതിരി മൂപ്പായി വന്നിട്ടുണ്ട്. ഇതൊന്ന് വാടി വന്നാൽ മതി. വാടിയിട്ട് നമുക്ക് ഇത് കോരിയെടുക്കാം. ചൂടായ നമ്മൾ വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇതിനകത്ത് മുന്നിൽ നിൽക്കണം. നല്ല ടേസ്റ്റ് വരത്തുള്ള പച്ചമുളക് നമ്മൾ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. പച്ചമുളക് നന്നായിട്ട് ഒന്ന് വാടി വരണേ. പച്ചമുളക് നന്നായിട്ട് വാടണം. ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത് നമുക്ക് പിന്നെ ബിരിയാണിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം. അതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ അപ്പോൾ ഒരു 3 സ്പൂൺ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അത് എരിവില്ലാത്ത. അപ്പോൾ 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ട് മൂക്കട്ടെ. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായം ചേർത്തിട്ടുണ്ട്. കായം ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര
ഇത് ശർക്കര ഇച്ചിരി കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. ശർക്കരയുടെ ഒരു മധുരം നമ്മൾ അത് ഉരുകി നമ്മൾ ഇതിനകത്തോട്ട് ഇതാകണം. ശർക്കരയൊക്കെ ഒരുമാതിരിയൊക്കെ ഉരുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എന്താണ് ചേർക്കേണ്ടത്? വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നാരങ്ങ വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം. ഉപ്പ് കുറച്ചിട്ടാണ്. ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേ തന്നെ അത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. നമ്മുടെ ക്യാമറാമാൻ ഇവിടെ കൊതിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മൾ ഏത്തപ്പഴം അരിഞ്ഞ പോലെ തന്നെ നാരങ്ങയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. നാരങ്ങ ഒന്ന് ഇതുമായിട്ടൊന്ന് സെറ്റാക്കാം. എന്നിട്ട് ലാസ്റ്റ് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. അപ്പം ഇനി നമ്മളുടെ ഏത്തപ്പഴം എണ്ണയ്ക്കകത്ത് പാട്ടി വെച്ചിരുന്നത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ പാത്രം കാലിയാണെന്ന് അറിയത്തില്ല. നമ്മൾ ഒരു മാസത്തേക്കൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വെക്കും. പക്ഷേ ഇത് ഒരാഴ്ച പോലും ഇരിക്കത്തില്ല. അതൊക്കെ മുമ്പ് തീരും. അത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മോനെ ഇങ്ങനെയുണ്ടോ നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല മധുരമുണ്ട്, പുളിയും എരിവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ്. ഇങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.